നമസ്കാരം. ഭദ്രകാളി ദേവി ഉഗ്രരൂപിയെങ്കിലും വാത്സല്യം തുളുമ്പുന്ന അമ്മയാണ് ഭക്തർക്ക് ദേവി. ദേവിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചുരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത്. നവഗ്രഹങ്ങളിലെ പ്രധാനികളിൽ ഒന്നായ ചൊവ്വ മകരം രാശിയിൽ കൂടുതൽ ബലവാനാകും. ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ് മകരം രാശി അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളിയുമാണ് ചൊവ്വയുടെ അധിപന്മാരായ ദേവതകൾ. ഇതിനാൽ മകരമാസം നിത്യവും ദേവി ഭജനത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്ന് ചേരുന്നതുമാണ്. ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ചില ജീവികളെ പ്രധാനമായും കാണുന്നതാണ്. ഇവ സൗഭാഗ്യവുമായി വരുന്നവയാണ്. ഇവയെ അതിനാൽ ഒരിക്കലും ആട്ടിപ്പായിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏതെല്ലാമാണ് ആ ജീവികൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പലരുടെയും വീടുകളിൽ കോഴി വരുന്നതാണ്. കോഴി വരികയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം വരികയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാം. അനാവശ്യമായ ചിലവുകൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പൊതുവിൽ അല്പം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ രൂപപ്പെടുക എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് മയിലാണ്. മയിൽ വീടുകളിൽ അപൂർവമായി മാത്രം വരുന്ന ഒരു പക്ഷിയാകുന്നു. അതിനാൽ മയിൽ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ശത്രു വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ്. ശത്രുനാശം നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നത്തെയും ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിജയങ്ങൾ നിലനിർത്തുവാൻ സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് കൊക്കാണ്. കൊക്ക് വീടുകളിൽ വരികയാണ് എങ്കിൽ, നിങ്ങളുടെ പറമ്പിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമാണ്. പ്രധാനമായും ധനപരമായ നേട്ടത്തെ, ധനപരമായ ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. മറ്റൊന്ന് പ്രാവാണ്. പ്രാവിനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ, അഥവാ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ പ്രധാനമായും അർത്ഥമാക്കേണ്ടത് സ്നേഹം ആ വീടുകളിൽ വർദ്ധിക്കാൻ പോകുന്നു. ആ വീടുകളിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ ഒരു പരിധി വരെയെങ്കിലും കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയോ ആ വീടുകളിൽ ഐക്യം വർദ്ധിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് കാക്കയാണ്. കാക്കയെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടുകളിലോ വരികയാണ് എങ്കിൽ ഏറ്റവും ശുഭകരം തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ പ്രത്യേകിച്ചും ശനി പ്രീതിയുണ്ട് എന്നും പിതൃപ്രീതിയുണ്ട് എന്നും അർത്ഥമാക്കാം. അതോടൊപ്പം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയോ സസ്യങ്ങൾക്കിടയിൽ നിന്നും കരയുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. മണ്ണിൽ കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ, നിങ്ങൾ തടസ്സങ്ങളാൽ വലയുന്നതായ ചില കാര്യങ്ങൾ പോലും അനുകൂലമാകാൻ പോകുന്നു. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊന്ന് അണ്ണാനാണ്. അണ്ണാനെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങൾക്ക് ഉയർച്ച, സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും.
അതിനാൽ അണ്ണൻ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരം തന്നെയാണ്. പരിസരത്ത് കാണുകയാണ് എങ്കിൽ പോലും കർമ്മരംഗത്തുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ വാർത്തകൾ കേൾക്കുകയോ അത്തരം നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചെറുകിളികൾ വീടുകളിൽ വരുന്നത് പൊതുവിൽ ശുഭകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ദേവി പ്രീതിയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് നീല പൊന്മാനാണ്. നീല പൊന്മാൻ വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാണ്. കാരണം അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. മറ്റൊന്ന് കുയിലാണ്. കുയിൽ പലപ്പോഴും വീടുകളിൽ വരുന്നതാണ്. അപൂർവമായാണ് എങ്കിലും ഇത്തരത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. എന്നാൽ കുയിലിനെ കാണുന്നതിനേക്കാൾ ശബ്ദം കേൾക്കുന്നതാണ് ഉത്തമം. കുയിലിനെ കാണുന്നത് ശുഭകരമല്ല എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും ഭാഗ്യം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമായി തീരുന്ന സാഹചര്യം, ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ശുഭകരമായ സൂചനയാകുന്നു. മറ്റൊന്ന് കുരുവിയാണ്. വീടുകളിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ചിത്രശലഭം നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വളരെയധികം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്നും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അത് ശുഭവാർത്തകൾ കേൾക്കുന്നത് മൂലമോ അല്ലാതെയോ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് ആമയാണ്. ആമ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ സൂചനയാകുന്നു. പ്രധാനമായും വീട് മോട് പിടിപ്പിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ വാഹനയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ ആമയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം. മറ്റൊന്ന് ഉപ്പനാണ്. ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഉപ്പൻ വീടുകളിൽ വരുന്നത് പോലും മഹാസൗഭാഗ്യമാണ്. അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് പോലും അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഉപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇനി അഥവാ ഈ പക്ഷികളെ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ നാമങ്ങൾ, മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ഈ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നു. അഥവാ ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്ന അനുകൂലമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.